അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകൻ എന്ന ഗുരുവര്യൻ തൻ്റെ ശിഷ്യഗണങ്ങളെ എങ്ങനെയാണ് സമൂഹത്തിന് മാതൃകാ യോഗ്യരായ ഒരു സമൂഹമായി വാർത്തെടുത്തത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണിത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ആ സമൂഹത്തെ പ്രവാചകൻ ലോകത്തിന് തന്നെ മാതൃകാ യോഗ്യരായ സമൂഹമാക്കി മാറ്റിയെടുത്തു. പ്രവാചകൻ തന്നെ നമ്മെ പരിചയപ്പെടുത്തിയതുപോലെ ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, തീർച്ചയായും ഞാനൊരു ഗുരുവായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ എന്ന ലോകത്തിന്റെ ഗുരു ഉദാഹരണങ്ങളിലൂടെ തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുകയാണ്, കഥകളിലൂടെ പഠിപ്പിക്കുകയാണ്, വരകളിലൂടെയും അന്വേഷണാത്മകമായ പഠനങ്ങളിലൂടെയും പ്രവാചകൻ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് മുആവിയത്ത് ഇബ്നുൽ ഹകം പ്രവാചകനെ പരിചയപ്പെടുത്തിയത് മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻ. പ്രവാചകന്റെ മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ അദ്ദേഹത്തെ പോലെ മാതൃകായോഗ്യമായ ഒരു ഗുരുനാഥനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. 1950 സമാധാനത്തിന്റെ നോബൽ സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഫിലോസഫറായ ബ്രദർ റസൽ പ്രവാചകന്റെ അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞത്, ഇസ്ലാം ലോകത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മതമാകാനുള്ള ഒരു കാരണം തന്നെ പ്രവാചകൻ എന്ന ഗുരുവിന്റെ അധ്യാപനം അതൊന്നുകൊണ്ട് മാത്രം. പ്രവാചകൻ കാരുണ്യത്തിന്റെ സ്പർശമായിരുന്നു. അതുപോലെ തന്നെ ശിഷ്യരുടെ അവസ്ഥകൾ അറിഞ്ഞ് ഘട്ടം ഘട്ടമായി അവസരോചിതമായി മാതൃകാപരമായി അദ്ദേഹത്തിന്റെ അധ്യയന ജീവിതം പൂർത്തീകരിക്കുക. അവിടെ അട്ടഹാസങ്ങളില്ല, പരിഹാസങ്ങളില്ല, ആക്ഷേപഹാസ്യങ്ങളില്ല, താരതമ്യങ്ങളില്ല, ഭീഷണിയില്ല, മോശമായ വിചാരം തൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ചില്ല, അമിതമായ പ്രശംസയില്ല, നിരന്തരമായ വിമർശനങ്ങളില്ല, പരുഷമായ ശിക്ഷയില്ല. അതാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅ ഖത്തു ബിയദിഹി വലാ ഇംറഅതൻ വലാ ഖാദിമൻ ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. ധർമ്മസമരത്തിന്റെ സന്ദർഭത്തിലല്ലാതെ താഴ്ന്ന വിഭാഗമായ, എല്ലാവർക്കും കുതിര കയറാൻ പറ്റുന്ന വിഭാഗമായ സേവകനെയോ ഒരു സ്ത്രീയെയോ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളെയോ യുദ്ധസന്ദർഭത്തിലല്ലാതെ പ്രവാചകൻ ഒരിക്കൽ പോലും ഒന്ന് അടിച്ചിട്ട് പോലുമില്ല എന്ന് പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. 40-ലധികം നവീന സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചതെന്ന് ആധുനിക വിദ്യാഭ്യാസ ഗ്രന്ഥശേഖരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രചിച്ച വിശ്വവിഖ്യാതനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ ഫത്താഹ് അബൂ ഗദ്ദ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ എന്ന ഗുരുനാഥൻ ശിഷ്യഗണങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പഠിപ്പിച്ചതിൻ്റെ ഫലം എന്താണെന്ന് ലോകത്തിന് മുന്നിൽ മാതൃക കാണിച്ചു തരികയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു മുഅ്ജിസത്തും ഇല്ലായിരുന്നെങ്കിൽ പോലും സഹാബികളുടെ അവസ്ഥ പ്രവാചക അധ്യാപനത്തിന് മുമ്പും ശേഷവും എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്നാണ് ചരിത്രകാരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ അധ്യാപനമായി. പ്രവാചകന്റെ മാതൃകയായിരുന്നു ആ സമൂഹം ഉൾക്കൊണ്ടത്. അങ്ങനെയുള്ള ഒരു ഗുരുശിഷ്യ ബന്ധമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, നല്ല ഒരു സമുദായമായി സഹാബത്ത് മാറുന്നത്. നമുക്കും പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് കാതോർക്കാം. അതുവഴി പടച്ച തമ്പുരാന്റെ തൃപ്തി നേടാം. അവന്റെ തൃപ്തി നേടുന്നവരിൽ കാരുണ്യവാനായ നാഥൻ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.